സീസൺ തുടങ്ങി ഇന്നിപ്പം രണ്ടാമത്തെ അപകടമാണ്. ഒന്ന് നമ്മുടെ പഞ്ചായത്ത് വളവ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വളവെങ്കിൽ ഒരു ബസ് വന്ന് ഉറങ്ങിപ്പോയി, വന്നിടിച്ച് കയറി. ഇന്നിപ്പോൾ നടന്ന സംഭവമാണ് നമ്മുടെ KMS ജംഗ്ഷൻ്റെ അവിടെ തന്നെ 2 വണ്ടി തമ്മിൽ കൂട്ടിയിടിക്കുകയും ആലുവയിൽ നിന്നും വന്ന അയ്യപ്പ സംഘമാണ്. അവിടുന്ന് അവർ ശബരിമലയിലെല്ലാം പോയി തീർത്ഥാടനം കഴിഞ്ഞ് വന്ന വണ്ടിയാണ് അത്. ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയതേ ഉള്ളൊരു വണ്ടിക്ക് പിടിച്ചിട്ട് വട്ടം മറിഞ്ഞ് റോഡിലേക്ക് കിടക്കുകയും ചെയ്തു. ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ചെറിയ ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടിയതേ ഉള്ളെങ്കിലും നാട്ടുകാരുടെ എല്ലാം സമീപനമായ ഇടപെടൽ കാരണം എല്ലാവരും പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെയൊക്കെ ഇറക്കി. അവർക്ക് പൊതുവെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ബ്ലോക്കായി. അന്നേരപ്പോൾ തന്നെ എല്ലാവരോടെ കൂടി നാട്ടുകാരുടെ സഹായത്തിൽ ഒരു വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയും ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്തു. SIയും വെഹിക്കിളും എല്ലാവരും ഇവിടെ എത്തി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ പൊന്നുന്നം പോലീസിൻ്റെയും SIയുടെയും എല്ലാവരുടെയും നേതൃത്വം 3-4 വണ്ടികൾ പടപടയെന്ന് വന്ന് എല്ലാം നീക്കം ചെയ്ത് ബ്ലോക്കുകളെല്ലാം മാറ്റി നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. നാട്ടുകാരുടെ സമയം നമുക്ക് എന്തൊരു ആക്സിഡൻ്റ് ഉണ്ടായാലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ എല്ലാവരും ഓടി വന്ന് എല്ലാ കാര്യങ്ങളും പടപടയെന്ന് ചെയ്യുന്നത് കാരണം ഒരു അപകടം പോലും ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ഇടപെടൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം എല്ലാവരും ഉറങ്ങി വരുമ്പോഴൊന്ന് ഓണടിക്കുകയോ നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ തമാശ പോലെയൊക്കെ കാണരുത്. എല്ലാവരും ഇപ്രാവശ്യം നമ്മുടെ സീസൺ തുടങ്ങിയ പിന്നെ വൻ തിരക്കാണ്. തുടക്കത്തിൽ തന്നെ വൻ തിരക്കാണ്. നമ്മുടെ എരുമേലിലൊക്കെ ആണെങ്കിലും വൻ തിരക്കാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലത് വന്നു കയറും. അതുകൊണ്ട് നമ്മൾ ശകലം റോങ് കണ്ടാലേ അന്നേരം ഓണൊക്കെ അടിച്ച് വേണ്ടപോലൊക്കെ ചെയ്യുക. എന്തായാലും നാട്ടുകാരുടെ സമീപനം ഇടപെടലും പോലീസുകാരും കൂടി എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്ലോക്കുകളെല്ലാം മാറ്റി റോഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടിയും കയറ്റി 2 വണ്ടിയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു.